ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? അധികമൊന്നുമില്ല, ഒരു വൺ ഡേ ട്രിപ്പ്. സോ അതിനു വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് മുമ്പ് തന്നെ തിരിച്ചു. കറക്റ്റ് പെരുമാതുറ എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ല സൂപ്പർ ഒരു സൺറൈസ് കാണാൻ പറ്റി. ഈ സൺറൈസ് കായലിൽ കാണാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ പ്രോപ്പർ സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാംഗ്രൂവ് വ്യൂ കയാക്കിംഗ് സെന്റർ, അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. കയാക്കിംഗ് ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനും ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വെപ്രാളം കാണിച്ചു തന്ന എൻ്റെ അനിയനാണ്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ സൂര്യചേട്ടൻ നേരെ ഊഞ്ഞാലിൽ പോയിരുന്നു നല്ല സുഖമായ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് ഞങ്ങളുടെ കസിൻസ് 5 പേരും കൂടെ ഒത്തുകൂടുന്ന ആദ്യത്തെ ട്രിപ്പാണ്. കാരണം ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ദൂരമായിട്ട് പോയിട്ടില്ല, സ്റ്റേ ചെയ്യാൻ പോയിട്ടില്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല. എപ്പോഴും പേരൻസ് എങ്കിലും കൂടെ കാണും. പക്ഷേ ഇത് ഞങ്ങൾ 5 പേര് മാത്രം മതി എന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ പോകുന്നതാണ്. സോ 2-3 ദിവസത്തേക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അത് എല്ലാവർക്കും ലീവ് കിട്ടേണ്ട കാര്യങ്ങളും സ്റ്റഡീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊറ്റ ദിവസത്തിലേക്ക് ചുരുക്കേണ്ടി വന്നു. പിന്നെ നീട്ടി നീട്ടി വെച്ചാൽ എല്ലാ തവണത്തെയും പോലെ ഇത് നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടത്താമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. സോ ഇതാണ് പ്രവീൺ ചേട്ടൻ, ഞങ്ങളുടെ ട്രെയിനറാണ്. പുള്ളിയാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. സോ ആദ്യമായിട്ട് നമ്മളവിടെ പോകുമ്പോൾ തന്നെ ആള് ഞങ്ങൾക്ക് അവിടുത്തെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കയാക്കിംഗ് എന്താണ് അതിനെ പറ്റിയിട്ടൊരു ക്ലിയർ ഐഡിയ നമുക്ക് തരും. നമുക്ക് കറക്റ്റായിട്ടൊരു എന്താ പറയുക, എല്ലാവരും കൂടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ചേട്ടൻ ഓരോ തവണ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഞാൻ അപ്പം തന്നെ ഡൗട്ട് ചോദിക്കും. ചേട്ടൻ പറയും ഞാനൊന്ന് പറഞ്ഞ് തീർത്തതിന് ശേഷം ഡൗട്ട് ചോദിക്കും. അങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങൾ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു നമുക്ക് ഫുൾ കംപ്ലീറ്റ്ലി ഒന്നും മനസ്സിലാവത്തില്ല, ഒരു 30% മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ കയറുള്ളൂ, പക്ഷെ അത് മതി, ബാക്കി നമ്മൾ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തുഴഞ്ഞോളൂന്ന്. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ ആകെ ആ ജാക്കറ്റ് ആയിരുന്നു ഞങ്ങളുടെ ബലം. ചുമ്മാ വെള്ളം കട്ടായി പോകത്തേ നീങ്ങൂല. ഇനി ലാസ്റ്റ് ടേണിങ്. നമുക്ക് ടേണിങ് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഫോർവേഡ് യൂസ് ചെയ്തും ടേൺ ചെയ്യാം, ബാക്ക്വേർഡ് യൂസ് ചെയ്തും ടേൺ ചെയ്യാം. ഫോർവേഡ് ആണെങ്കിൽ നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഏത് സൈഡാണോ ടേൺ ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3 വട്ടം ഫോർവേഡ് ചെയ്തത്. ആദ്യം ഇറങ്ങിയത് ആരോമൽ തന്നെയായിരുന്നു. കാരണം അവനായിരുന്നു ഏറ്റവും ഇതിന് ഭയങ്കര ക്രേസി ആയിട്ട് നിന്നത്. ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നത് അവനാണ്. സോ രണ്ടാമത് കയറിയ ചേട്ടനാണ്. ചേട്ടൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇറങ്ങാൻ പറ്റത്തില്ല, ഞാനിവിടെ കരയ്ക്ക് തന്നെ നിന്നോളാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു 3 അവേഴ്സോളം ട്രാവൽ ഉണ്ട്. ഈ കയാക്കിംഗ് തന്നെ നമ്മളൊരു 3 മണിക്കൂറാണ് ഞങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും നേരം പുറത്ത് ഇരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രം ചേട്ടൻ ഇറങ്ങാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ തന്നെ ആൾ സെറ്റായി, ആൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അടുത്ത സ്ലോട്ട് വന്നത് സൂര്യചേട്ടനാണ്. അങ്ങനെ സൂര്യചേട്ടൻ ഇറങ്ങാൻ പോവാണ്. ആള് പണ്ടത്തെ ജിംനാസിയാണ്, അതുകൊണ്ട് എനിക്കൊരു പേടിയൊന്നുമില്ല, വീഴുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സംഭവം സെറ്റാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. എങ്ങാനും വീണാലും ചേട്ടൻ നന്നായിട്ട് നീന്താൻ അറിയാം. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലാത്തതും അത് ഈ കാര്യം തന്നെയാണ്, അതാണ് ഞങ്ങളുടെ പേടി. ചേട്ടൻ തുഴഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആരോമിൽ 2-3 ട്രിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. കാരണം 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ആ ഒരു സറൗണ്ടിങ്ങിൽ ആദ്യം തുടങ്ങട്ടെ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവനാണെങ്കിൽ സീനിയേഴ്സിലെ മനോജ് കെ മതിൽ ചാടും പോലെ 3-4 വട്ടം പോയി വന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴത്തേക്കാണ് അമ്പാടി ചേട്ടന് ബാക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ബാക്ക് സീറ്റും അവർ പ്രൊവൈഡ് ചെയ്യും. സോ ആദ്യം ഞങ്ങൾ വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ചേട്ടന് കുറേ നേരം ഇങ്ങനെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ബാക്ക് സീറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ബാക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാക്ക് സീറ്റ് സെറ്റാക്കി. പക്ഷെ അതും കൂടി വന്നപ്പോൾ നമുക്ക് നല്ല സീറ്റിംഗ് ഭയങ്കര കംഫർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ കിട്ടാത്തത് അപ്പോഴും എനിക്കായിരുന്നു. കാരണം ഞാൻ തുഴയുമ്പോൾ വെള്ളം വീണ്ടും പുറകിലോട്ട് തന്നെ പോകുന്നു. അങ്ങനെ 8ഉം 8ഉം തിരിയാതെ ഞാൻ ആ കായൽ മധ്യത്തിൽ നിന്നപ്പോൾ എൻ്റെ രക്ഷകരെ പോലെ വന്നു ഗൈസ് എൻ്റെ ചേട്ടന്മാർ. ഈ ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രവീൺ ചേട്ടൻ തന്നെയാണ്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ 2 വള്ളത്തിന്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് ട്രാവൽ ചെയ്യാം. സംഭവം കൊള്ളാതെ മനസ്സിലായപ്പോൾ അമ്പാടി ചേട്ടൻ എൻ്റെ കൂടെ കൂടി. അവസാനം ഞാനും അമ്പാടി ചേട്ടൻ്റെ നടുക്കിരിക്കും, ആരോമല സൂര്യചേട്ടൻ അത് തുഴയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് ഒരു അമ്പലത്തിനടുത്തായിരുന്നു. അതൊരു കുഞ്ഞ് അമ്പലമാണ്. ആക്ച്വലി ഇതിന് പിറകിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ പ്രവീൺ ചേട്ടൻ പറഞ്ഞു തന്നു. ഞങ്ങൾ അവിടെ കുറച്ചുകൂടെ ഹോൾട്ട് ചെയ്തു. കാരണം കുറച്ച് നേരം നമ്മൾ ട്രാവൽ ചെയ്തതല്ലേ, അപ്പം നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെയാണ് ഞങ്ങളവിടെ ഇരുത്തി കുറേ കഥയൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ചേട്ടൻ പറഞ്ഞു തന്നു. ഒരു സ്പോട്ട് നമുക്ക് പറയും, അങ്ങോട്ടേക്ക് എയിം ചെയ്ത് തുഴയാനാണ് ചേട്ടൻ പറയുക. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ തുഴഞ്ഞു പോയി. ഒരു ഹാഫ് എത്തിയപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. അതിനുശേഷം ഞങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുഴയാൻ തുടങ്ങി. പിന്നെ എനിക്ക് വലിയ ഡിഫിക്കൽട്ടി തോന്നിയില്ല. ആക്ച്വലി ഇവിടെ ഒറ്റയ്ക്ക് പോകുന്നതിന് നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോകുന്നത് തന്നെയാണ്. ശരിക്കും പോകുമ്പോൾ ആ പോകുന്നതും ആ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. ആദ്യം ഒരു 3 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും നേരം നമ്മൾ അവിടെ എന്താ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുമോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും അടിപൊളിയാണ്. കുറേ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ സീകളൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. നമ്മൾ തൊട്ടടുത്ത് പോകാതെ അത് അനങ്ങത്ത് പോലും ഇല്ല. പിന്നെ നമ്മളെയും കാട്ടി വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം കാണിക്കുന്ന പ്രവീൺ ചേട്ടനാണ്. ചേട്ടൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി തന്നെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും കൂടെ നടന്ന് എടുത്തു തന്നു. ഞങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് തുഴയിലും
ഫോണും എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പുള്ളിയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തത്. അതിനിടയ്ക്ക് ഞാൻ ഫോൺ വാങ്ങിച്ച് ഒരു 3 സെക്കൻഡ് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തൊഴാതിരിക്കും, കാരണം കുറേ നേരം നമുക്കിങ്ങനെ നിർത്തിയിടാൻ പറ്റത്തില്ല. പറ്റും അങ്ങനെ നിർത്തി നമുക്ക്, പക്ഷെ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ തുഴയാതെ നിൽക്കാൻ പറ്റുള്ളൂ. സോ കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോഴത്തേനും ഒരുപാട് ഷിക്കാരി ബോട്ടുകളും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും. സോ അത് പോയി കഴിയുമ്പോൾ, സ്പീഡ് ബോട്ടൊക്കെ പ്രത്യേകം പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ വെള്ളത്തിന് പ്രത്യേകം ഒരു ഒലച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു തുഴയുന്നത് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടി തോന്നും, കുറച്ച് കട്ടി തോന്നും. പക്ഷേ രസമാണ്, നമ്മൾ വീഴത്തൊന്നുമില്ല, നമ്മൾ ബാലൻസ്ഡ് തന്നെയാണ്. അഥവാ വീണാലും നമുക്ക് ആ ജാക്കറ്റ് ഉണ്ട് ഗൈസ്. അവിടെ ഞങ്ങൾ വീണൊന്നുമില്ല, നല്ല രസമായിരുന്നു. ഒരുപാട് മുമ്പിലേക്ക് പോകുമ്പോഴത്തേനും ടണൽസ് ഒക്കെ ഒരുപാട് വരും. സോ ആ ടണലിൻ്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്കും നല്ല തണലും അതായത് ഞങ്ങൾക്ക്, കാരണം ഒരു 1.5 hour ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി വെയിലൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ഒരു ടണലിനകത്തോട്ട് പോകുമ്പോൾ എന്ത് സുഖമാണെന്നറിയാവോ, ആ വെയിൽ വെച്ച് മാറി. സത്യം പറഞ്ഞാൽ ആ ക്യാപ്പ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ തീർന്നേനെ. അത്രയും വെയിൽ വന്നു കുറേ കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ ഏർലി മോർണിംഗ് പോകാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങളെ ട്രെയിൻ ചെയ്തത് നിന്ന് തുഴയാനാണ്. എല്ലാ തവണത്തെയും പോലെ ആരോമല തന്നെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചതും. പിന്നെ ആദ്യം കയറി നിന്നതും തുഴഞ്ഞതും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പാറു വന്നു. പാറുവിന് നല്ല വിൽപ്പവറാണ്, അത് പെട്ടെന്ന് കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്തെടുക്കും. പക്ഷെ ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്, അതുപോലെ തന്നെ ഭയങ്കര സ്ലോ ലേണിങ്ങുമാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു. ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോയപ്പോൾ തന്നെ വേറെയും കുറേ, ഞാൻ പറഞ്ഞില്ലേ, വേറെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ പോയി അതിൽ കോയിൻസൈഡ് ചെയ്യും. ഇപ്പം നമ്മുടെ തന്നെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടും, നമ്മൾ ആ പോകുന്ന റോങ് റൂട്ടൊക്കെ ആണെങ്കിൽ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ പരവൂർ കായലിന്റെ മധ്യത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേനും ഞങ്ങൾ നേരെ വെള്ളത്തിലൊക്കെ ഇറക്കി. അത്യാവശ്യം ആഴമില്ലാത്ത സ്ഥലത്ത് തന്നെയാണ് ആൾ നമ്മളെ ഇറക്കുന്നത്. പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേനും ചെറിയ ആഴം തോന്നും. പക്ഷെ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ആ ബാഗുള്ളതുകൊണ്ട്. പിന്നെ കുറച്ച് ഞാനിങ്ങനെ നീന്താനൊക്കെ ട്രൈ ചെയ്തു. എല്ലാം ആ ജാക്കറ്റിന്റെ ധൈര്യമാണ് ഗൈസ്. അന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശക്കെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രവീൺ ചേട്ടൻ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. അപ്പോഴത്തേനും ഞങ്ങൾ കയാക്കിംഗ് എക്സ്പേർട്ട് ആയി ഗൈസ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ടണലിനകത്തൂടെ തന്നെ പോയി. പിന്നെ ഞങ്ങൾ റീലൊക്കെ കാണുന്നൊരു സ്പോട്ട് ഉണ്ടല്ലോ, സോ അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയി ഞാൻ എൻ്റെ സോളോ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരികെ പോയി. സോ അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് വർക്കല പാക്കേജസ് ആയിട്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് മഹാ അവതാർ നരസിംഹ എന്ന് പറയുന്ന ഒരു അനിമെ മൂവിയെ പറ്റി കേട്ടത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ അതിനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആർടെക് മാളിലെത്തി ആ മൂവിക്ക് കയറി. ആദ്യമൊക്കെ ഞാൻ നല്ല ക്ഷീണത്തിൽ കിടന്നുറങ്ങിയെങ്കിലും ക്ലൈമാക്സ് ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയായിരുന്നു. ആ നരസിംഹത്തിന്റെ ഒക്കെ ആ ഒരു എൻട്രി കിഡിലുമായിരുന്നു. ആവുന്നത് സത്യം പറഞ്ഞാൽ ആ ക്ലൈമാക്സിലാണ്. അങ്ങനെ അത് കണ്ട ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചു, എങ്കിൽ പിന്നെ 7 മണിക്ക് ഇറങ്ങാല്ലേ, 7:15 സുമതി വളവുണ്ട്, അതും കൂടെ കണ്ടിട്ട് വീട്ടിൽ പോവാം. അങ്ങനെ സുമതി വളവ് കാണാനുള്ള കാത്തിരിപ്പായിരുന്നു അടുത്തത്. അങ്ങനെ ഞങ്ങൾ നേരെ 7:15 സുമതി വളവ് കാണാൻ കയറി. പടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കൊള്ളാം, ഒരു ആവറേജ് മൂവി. പക്ഷേ ആ പേരും ആ മൂവിയായിട്ട് സത്യം പറഞ്ഞ ബന്ധമില്ല. സുമതി വളവെന്ന് അതിനെന്താണ് പേരിട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനകത്ത് സുമതി ഇല്ല ഗൈസ്. അങ്ങനെ സുമതിയെ കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. സോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ 1 day ടൂർ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.